മറ്റൊരാളെക്കുറിച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ, നമ്മളോട് ആരെങ്കിലും കുറിച്ച് ചോദിക്കുമ്പോൾ, നീ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ ആളെക്കുറിച്ച് നല്ലതാണോ പറയാറുള്ളത്, അതല്ല ചീത്തതാണോ പറയാറുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. അവനവനെക്കുറിച്ച് നല്ലത് ചിലപ്പോൾ പറയുന്നുണ്ടാവാം. മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നത് എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കി. നല്ലത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, അതല്ല നല്ലതും ചീത്തതും കൂടിയാണ് പറയുന്നത് എന്ന്, അതല്ല ചീത്തത് മാത്രമാണോ പറയുന്നത്, ഒന്ന് പരിശോധിച്ച് നോക്കി. ഒന്ന് പരിശോധിച്ച് നോക്കി. ഒരാളെക്കുറിച്ച് നല്ലത് നമുക്ക് പറയാനില്ലെങ്കിൽ ഒന്നും പറയണ്ട. ഒരാളെക്കുറിച്ച് നല്ലത് നമുക്ക് പറയാനില്ലെങ്കിൽ ഒന്നും പറയണ്ട. ഇനി അതല്ല, ഒരാളെക്കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? എന്നാൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നത് ചീത്തയായ കാര്യമാണെങ്കിൽ, അയാളെക്കുറിച്ച് എന്തെങ്കിലും ന്യൂനതകൾ ഒന്നുമില്ല എന്നാലും അല്ലേ, എന്നാലും ചിലപ്പോൾ നല്ലതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാകും, അവിടെ ഒരു ചെറിയൊരു ചീത്ത കാര്യം, അയാളെക്കുറിച്ചൊരു നെഗറ്റീവായ കാര്യം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്നാലും അല്ലേ, അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുന്ന നാവായിരിക്കണം നമ്മുടേത്. അത് നമ്മൾ വീട്ടിലത്തെ ആളുകളാണെങ്കിലും ശരി, അതല്ല നമ്മുടെ നാട്ടിലെ ആളുകളാണെങ്കിലും ശരി, എവിടെയുള്ള ആളുകളാണെങ്കിലും ശരി, നമുക്ക് നമ്മളല്ലാത്ത മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ നല്ലത് പറയാൻ കഴിയണം. അത് കഴിയണില്ലെങ്കിൽ അത് നമ്മളെ കഴിവുകേടാണ്. അത് സാധിക്കണില്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രോബ്ലമാണ്. അത് പരിഹരിക്കേണ്ടത് നമ്മളാണ്, അത് ശരിയാക്കേണ്ടത് നമ്മളാണ്. എന്നിട്ട് നല്ലത് മാത്രം പറയുന്ന നല്ല ഒരു നാവായി മാറാൻ നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അതൊരു നല്ല മനുഷ്യൻ്റെ നല്ല മനസ്സിൻ്റെ ഒരു അടയാളമായി നമ്മൾ മനസ്സിലാക്കുക.